സാറേ ഈ വണ്ടി എൻ്റെ ഇവിടെ കടയിൽ കയറിയതാ. ഇവിടെ അല്ല, ഇവിടെ സാറേ ഇത് ഹൈവേയിൽ അനുവദിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇല്ല എങ്ങനെ ഇടുന്ന വണ്ടി? സാറേ ഈ വണ്ടി എൻ്റെ ഇവിടെ കടയിൽ കയറിയതാ. ഇവിടെ അല്ല, ഇവിടെ സാറേ ഇത് എവിടെ ഇടുമെന്ന് ഇവിടെ പറ സാറേ. മൊത്തം അത് സാറേ എവിടെ ഇടുമെന്ന് പറയുന്നത്? അല്ല, ഹൈവേയിൽ അനുവദിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇല്ല എങ്ങനെ ഇടുന്ന വണ്ടി? ഓടുന്ന വാഹനത്തിലിരുന്ന കേരള പോലീസിന്റെ പെറ്റിയടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും കൊല്ലം ചാത്തന്നൂർ ടൗണിലാണ് ഇത്തരത്തിൽ കേരള പോലീസ് ഓടുന്ന വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സൈഡിൽ നിർത്തിയിട്ട മറ്റൊരു വാഹനത്തിന് പെറ്റിയടിച്ചത്. എന്തായാലും പെറ്റി കിട്ടിയ ആൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്നൊരു ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഞാൻ ഇവിടെ കടയിൽ കയറിയിട്ട് തിരിച്ചു കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടിയിലിരിക്കുന്ന മൊബൈൽ വെച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ആദ്യം അവർ ജസ്റ്റ് മൊബൈലിന് അകത്തോട്ടാക്കി, പിന്നെ വീണ്ടും എടുത്തിട്ട് പുറത്തോട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വന്ന് വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ മൊത്തം ബ്ലോക്കായി മൊത്തം. അപ്പോൾ ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറേ ഇവിടെ നോ പാർക്കിംഗ് ബോർഡില്ല, ഒന്നുമില്ല, പിന്നെ അവർക്ക് വണ്ടി എവിടെയെങ്കിലും ഇട്ടല്ലേ പറ്റുമോ? ജസ്റ്റ് കടയിൽ കയറി നമ്മൾ ചെറിയ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയത്? ഞാൻ പ്രശ്നമല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് അവർ ഇറങ്ങി വന്നപ്പോൾ അവർ നടുക്കർ വണ്ടി നിർത്തിയിട്ടാണ് ഇറങ്ങി വന്നത്. പോലീസിന്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഓടുന്ന വണ്ടിയിലിരുന്ന് ഫോട്ടോ എടുക്കുക? സ്ഥിരം പരിപാടി. എനിക്ക് സെയിം സ്ഥലത്ത് തന്നെ കഴിഞ്ഞ മാസം ഇതേ പെറ്റി വന്ന് ഞാൻ അടച്ച. ഇതിപ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉടനെ പെറ്റി വരുന്നതാണ്. ഇതണക്ക് തന്നെ റോഡിന്റെ അപ്പുറത്ത് ഇട്ടപ്പോഴും ഇതേ കണക്ക് എനിക്ക് പെറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അണ്ടർപാസിലൊക്കെ ഹൈവേയുടെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പരിമിതിയാണല്ലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ. വാഹനങ്ങൾ ഇടാൻ ഭയങ്കര പരിമിതി. നമുക്കൊരു ഓപ്ഷനും ഇല്ല വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ സ്ഥലമില്ല. നിങ്ങൾ നോക്കിയാണ് ഇവിടെ എവിടെ സ്ഥലം ഇടാൻ പറ്റുക? ഇപ്പോൾ തന്നെ ഈ സൈഡ് മൊത്തം വണ്ടി കിടക്കാം. ഇവർ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം ഷൂട്ട് ചെയ്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഇത് വരുന്ന പെറ്റി അടിക്കുന്നു. ഇതല്ലേ ഇവിടെ നിങ്ങൾ ഈ ബ്ലോക്ക് ആവാത്ത രീതിയിലല്ലേ വണ്ടി ഇട്ടത്? വണ്ടി ഇടുന്ന റോഡ് സൈഡിലാണ് ഇപ്പോൾ കിടക്കുന്നുണ്ടല്ലേ, വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇത് കണക്കാണ് ഇട്ടത്. ഞങ്ങൾക്ക് ഇവിടെ കടയിൽ കയറാൻ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? പോലീസ് വാഹനം ഈ സ്ലോ ആയിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോൾ ബാക്കിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്ന ശ്രദ്ധിച്ചിരുന്നോ? ബ്ലോക്ക് ഉണ്ടായി. ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് കാണാം. ഇവിടെ മൊത്തം വലിയ വണ്ടികൾ മൊത്തം ബ്ലോക്കായിരുന്നു. എന്തായാലും കേരള പോലീസിന്റെ പെറ്റി അധികം വൈകാതെ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ചാത്തന്നൂരിൽ ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് ഈ അണ്ടർപാസ് ഭാഗത്ത് വലിയ തോതിലുള്ള തിരക്കാണുള്ളത്. അതിനിടയിൽ വാഹനം പാർക്ക് ചെയ്യാനൊന്നും ഇവിടെ തീരെ സ്ഥലമില്ല. അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ആളുകൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നത്. അതിനിടയിലാണ് പോലീസുകാർ ഇത്തരത്തിൽ ഓടുന്ന വാഹനത്തിൽ വന്ന് പൊടുന്നനെ പെറ്റിയിടുന്നത്. അങ്ങനെ നിരന്തരം പെറ്റി കിട്ടുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാവുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇദ്ദേഹത്തിന് തന്നെ ഈ നേരത്തെ നമ്മൾ കണ്ട ആൾക്ക് തന്നെ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ചാത്തന്നൂർ വെച്ച് തന്നെ പെറ്റി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവം നമ്മൾ പെടുത്തുകയാണ്. ഒരു നടപടി ഉണ്ടാകട്ടെ. പോലീസ് പെറ്റി അടിക്കാം, പക്ഷേ നിയമപരമായ രീതിയിൽ വാഹനത്തിൽ നിന്നിറങ്ങി പെറ്റി അടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചെയ്യേണ്ടത്. നിയമം പാലിക്കണം. നിയമം പാലിക്കാതെ ഇത്തരം പെറ്റിപ്പരിപാടി അത് ജനത്തോട് ചെയ്യുന്ന ചൂഷണമാണ്, ക്രൂരത തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.